അപ്പൊ നമുക്ക് വലിയ ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് നമുക്ക് അതിന്റെ തൊട്ട് താഴെയുള്ള പ്രതിസന്ധികൾ ലാഘവത്തോടെ നാം കാണുന്നത്. മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഒരു ചെറിയ പരീക്ഷണം അല്ലാഹു തരുമ്പോൾ, അല്ലെങ്കിൽ വലുതാവട്ടെ, ഈ വലിയ പരീക്ഷണം നമുക്ക് വരുമ്പോ നമ്മൾ എന്ത് വേണം? നമ്മുടെ വലിയ പരീക്ഷണം നമുക്ക് വരുമ്പോ നമ്മൾ ചിന്തിക്കണം, പടച്ചവൻ ഇതിലും വലുത് തരാമായിരുന്നല്ലോ, പക്ഷെ അല്ലാഹു തന്നത് ഈ ചെറിയ പരീക്ഷണമല്ലേ. അപ്പൊ അൽഹംദുലില്ലാഹ്, എനിക്ക് വിധിച്ചത് അത്ര തന്നെ, ചിലപ്പോ എന്റെ റബ്ബ് വലുത് മാറ്റിയിട്ട് ചെറുത് തന്നതായിരിക്കാം എന്ന് നമ്മൾ ആത്മനിർവൃതി അടയണം. അങ്ങനെയല്ലേ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ചരിത്രം ഞാൻ വിശാലമായി പറയുന്നില്ല. റബീഉൽ അവ്വൽ പരിശുദ്ധമായ നബിദിനത്തിന്റെ 2 ദിവസം മുമ്പ് ഞാൻ പലവൂര് കൊട്ടറയിൽ ആ വിഷയം പറഞ്ഞിരുന്നു. ഞാൻ ആവർത്തന വിരസത ഭയന്നുകൊണ്ട് പറയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹുവിനെ കാലിലെ ക്യാൻസർ എന്ന രോഗം പിടിപെടുകയാണ്. ആക്കിലത്തി എന്ന രോഗമാണ് പിടിപെട്ടത്. ആക്കിലത്തി എന്ന് പറഞ്ഞാൽ കാർന്ന് തിന്നുന്നത് എന്നാണ് ക്യാൻസർ സെന്ററിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താണ് ക്യാൻസർ എന്ന് പറയുന്ന രോഗം? ആ രോഗത്തിന്റെ സിമ്പൽ എന്താണ്? ഞണ്ടാണ്. ഞണ്ട് എന്ന് പറയുന്നതിന്റെ ഇംഗ്ലീഷ് വേർഡാണല്ലോ ക്രാബ്. ഈ ക്രാബ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ക്യാൻസർ എന്ന് പറയുന്ന വേർഡ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഈ ക്രാബ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് വേർഡിന്റെ അറബിയാണ് ആഖിലത്തി എന്നുള്ളത്. അതിന്റെ മലയാളമാണ് കാർന്ന് തിന്നുന്നത്. അതിന് ശാസ്ത്രീയ നാമമായി ഇന്ന് അത്യന്താധുനിക സൗകര്യങ്ങൾ ഉള്ളപ്പോ ഈ കാലഘട്ടത്തിലെ വൈദ്യശാസ്ത്രത്തിന്റെ വൈദ്യശാസ്ത്ര നാമമായി ക്യാൻസർ എന്ന് പറയപ്പെടുന്നു. ഈ രോഗം മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പിടിപെട്ടു. കാല് മുറിക്കേണ്ടി വന്നു. ചരിത്രം വിശാലമാണ്. അങ്ങനെ ഒരു കാലങ്ങോട്ട് മുറിക്കുന്നതിന്റെ അനുഭവങ്ങളൊക്കെ പറഞ്ഞാൽ വികാരത്തോടല്ലാതെ നമുക്ക് കേൾക്കാൻ കഴിയില്ല. ആ കാല് മുറിക്കുന്ന രംഗം, മുറിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെ അനസ്തേഷ്യയില്ല, ഇന്നത്തെ പോലെ മയക്കുന്ന സംവിധാനമില്ല. അതുകൊണ്ട് തന്നെ അന്ന് എങ്ങനെയാണ് കാല് നീക്കം ചെയ്യുന്നത്, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗം മുറിക്കേണ്ടി വന്നാ ചെയ്യുന്നത് മദ്യം കൊടുത്തിട്ട് മതം വരുന്ന സമയത്ത് മുറിക്കലാണ്. ആ സമയത്ത് ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന് നിപുണനായ വൈദഗ്ധ്യമുള്ള ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കൃത്യമായി മദ്യം കുടിക്കുക, നിങ്ങളുടെ ബോധം പോട്ടെ, ഞങ്ങൾ കാല് മുറിച്ചോളാം. മഹാനവറുകൾ പറഞ്ഞു, ഇല്ല, എന്റെ പടച്ചവൻ നിരോധിച്ച മദ്യം ഞാൻ തൊടില്ല. ചികിത്സയ്ക്ക് വേണ്ടി പോലും ഞാനത് തൊടില്ല, അത് ഞാൻ കുടിക്കില്ല, അത് ഞാൻ രുചിക്കില്ല. എന്റെ രോഗം മാറിയില്ലെങ്കിലും കുഴപ്പമില്ല, എന്റെ ഹബീബ് നിരോധിച്ച മദ്യം ഞാൻ കുടിക്കില്ല എന്ന വാശിയോടെ ശഠിച്ചുകൊണ്ട് നിൽക്കുന്ന മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു അവസാനം അദ്ദേഹത്തോട് ചോദിച്ചു, പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞു, ഞാൻ 2 റക്അത്ത് നിസ്കരിക്കാം. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കാല് മുറിച്ചോ. 2 റക്അത്ത് നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടി മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാല് മുറിച്ചു. മഹാനവറുകൾ അറിഞ്ഞില്ല. സലാം വീട്ടിയതിനു ശേഷം നിങ്ങൾ കാല് മുറിച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് ബോധം വന്നപ്പോൾ സഹോദരങ്ങളെ, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, കാല് മുറിച്ചു, പക്ഷേ മാപ്പാക്കണേ, ഒരു വലിയ ദുരന്തം ഇവിടെ ഉണ്ടായി. ഈ കാല് മുറിക്കുന്ന സമയം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോന് യാത്രയുടെ ഇടയ്ക്കാണ്, ഷാമിലേക്കുള്ള യാത്രയാണ്. ആ യാത്രയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോനെ കൂട്ടിയാണല്ലോ നിങ്ങൾ വന്നത്. അവിടുത്തെ പ്രോട്ടോകോൾ അനുസരിച്ച് മറ്റൊരു രാജ്യത്തേക്ക് പോകുമ്പോ അവിടുത്തെ എംബസിയിൽ റിപ്പോർട്ട് ചെയ്ത് അവിടുത്തെ അംബാസഡറായിട്ട് പോവുകയാ. ഈ സമയത്താണ് ഷാമിലെ ചക്രവർത്തി വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ചികിത്സ കിട്ടും, ഇന്ന സ്ഥലത്ത് പോയാൽ. അങ്ങനെ പാതി വഴിയിൽ ചികിത്സയ്ക്ക് ഇറങ്ങിയതാണ്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമോന് മരണപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞപ്പോൾ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങൾ പറഞ്ഞതെന്തെന്നറിയോ? ഇത് പ്രസംഗിക്കാനല്ലാതെ എനിക്ക് കഴിയോ? ഇത് കേൾക്കാനല്ലാതെ നിങ്ങൾക്ക് കഴിയോ? ഇത് ജീവിതത്തിൽ നമുക്ക് വരുമ്പോഴേ നമ്മുടെ വേദനകൾ നമുക്ക് പറയാൻ കഴിയോ? ഇങ്ങനെയുള്ള മഹാരഥന്മാരുടെ ചരിത്രത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ നമ്മൾ അറിയാതെ ചിന്തിച്ചു പോകും, ഇത് മനുഷ്യനാണോ മലക്കാണോ എന്ന് ഞങ്ങൾക്കറിയില്ലെന്ന് ചിന്തിച്ചു പോകുന്ന തരത്തിൽ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ തങ്ങളോട് കാല് മുറിച്ച കാര്യം പറഞ്ഞപ്പോൾ തന്റെ പൊന്നുമോന്, ആകെ കൂടെ യാത്രയിൽ വന്ന പൊന്നുമോൻ മരിച്ചപ്പോ 7 മക്കളാണ്, അതിലൊരു പ്രിയപ്പെട്ട മോനെയാണ് കൊണ്ടുവന്നത്. ആ മകനും മരിച്ചെന്ന് പറയുമ്പോ മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നു, അൽഹംദുലില്ലാഹ് الذي أخذت واحدا وأبقيت 6.
6 മക്കളെ എനിക്ക് തന്നിട്ട് ഒരു മോനെ മാത്രമല്ല റബ്ബേ നീ തിരിച്ചെടുത്തോളൂ. എനിക്ക് 7 മക്കളെ നീ തന്നല്ലോ, അതിൽ ഒന്നിനെ മാത്രം നീ അങ്ങ് തിരിച്ചെടുത്തല്ലോ. എന്നിട്ട് 6 മക്കളെ വീണ്ടും മഹാനവറുകൾ പറയുകയാണ്, അൽഹംദുലില്ലാഹ് അല്ലദീ അഖർത വാഹിദാ വബഖൈത സലാസാ. 2 കൈയും 2 കാലുമാകുന്ന 4 അവയവങ്ങളെ എനിക്ക് തന്നിട്ട് എന്റെ ഒരു കാലല്ലേ പടച്ചവനെ നീ എടുത്തോളൂ, ബാക്കി 3 നീ എനിക്ക് തിരിച്ചു തന്നില്ലേ അല്ലാ. നിനക്ക് ഞാൻ ഹംദ് പറയണ്ടേ അല്ലാ. ഇതാണ് മഹാരഥന്മാരുടെ ജീവിതത്തിൽ എഴുതി പിടിപ്പിച്ചത്. ഇതാണ് മഹാരഥന്മാരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെങ്കിൽ എന്റെ മുസ്ലിമേ, എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട എന്റെ സഹോദരങ്ങളെ, എന്റെ നാട്ടുകാരെ, ചിന്തിക്കണേ സഹോദരങ്ങളെ. അല്ലാഹു നമുക്ക് ഏത് പരീക്ഷണങ്ങൾ തന്നാലും ആ പരീക്ഷണങ്ങൾ ഇതിലും വലുത് തരാൻ എന്റെ റബ്ബിന് കഴിവുണ്ടായിരുന്നു. ആരും ചോദിക്കില്ലല്ലോ, എന്തിനു നീ അവന് രോഗം കൊടുത്തു, എന്തിനു നീ അസുഖം കൊടുത്തു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, കണ്ണൂർ ജില്ലയിലെ പ്രിയപ്പെട്ട ഒരു ഉമ്മ ഒരു ദിവസം എന്നെ വിളിച്ചു. ആ ഉമ്മ എന്റെ പ്രിയപ്പെട്ട സഹോദരി എന്ന് പറയുന്ന തൊട്ടടുത്ത ഒരു പെൺകുട്ടിയുടെ കഥ പറയാൻ വിളിച്ചതാ. കണ്ണൂർ ജില്ലയാണ്, ഞാൻ ഓർക്കുന്നു. ആ പ്രിയപ്പെട്ട മാതാവ് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. എന്റെ അയൽവാസിയായ ഒരു പെണ്ണ്, ആ പെണ്ണ് 8ാം മാസത്തിൽ പ്രസവിച്ചു. ആ പ്രസവിച്ച കുഞ്ഞ്, ആ കുഞ്ഞിന്റെ തല വലുതാണ്, ഉടലി ചെറുതാണ്. ആ പ്രിയപ്പെട്ട സഹോദരി പ്രസവിച്ചു. 6 മാസം എത്തിയപ്പോൾ, 8 മാസം എത്തിയപ്പോൾ പ്രസവിച്ചു. പ്രസവിച്ച ആ പ്രിയപ്പെട്ട കുട്ടി 8ാം ദിവസത്തിൽ മരണപ്പെട്ടു പോയി. 2ാമത് ആ സഹോദരി ഗർഭിണിയായി. ആ സഹോദരി പ്രസവിച്ചതും അതുപോലെ തന്നെ അങ്ങനെയുള്ള തലവലിപ്പമുള്ള ഉടല് ചെറിയ കുഞ്ഞിനെയാണ് പ്രസവിച്ചതും 8ാം മാസത്തിൽ തന്നെ. ആ കുട്ടിയും ഏകദേശം ഒരാഴ്ച ജീവിച്ചിരുന്നു, പിന്നീട് മരണപ്പെട്ടു. ഇങ്ങനെ സഹോദരങ്ങളെ, 1 അല്ല 2 അല്ല 3 അല്ല 4 അല്ല, ആ പെങ്ങള് 8 പ്രസവം നടത്തി. ആ 8 പ്രസവത്തിലും ഉണ്ടായ കുട്ടികളും 8ാം മാസത്തിൽ പ്രസവിച്ചു. ആ 8ാം മാസത്തിൽ പ്രസവിച്ച 8 പ്രസവത്തിലെ കുഞ്ഞുങ്ങൾക്ക് ഈ രോഗം പിടിപെട്ടു. അപൂർവ രോഗമാണ്, തല വലുതാണ്, ഉടല് ചെറുതാണ്. അങ്ങനെ ആ പ്രിയപ്പെട്ട സഹോദരി പ്രസവിച്ചിട്ട് ആ സഹോദരി എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ ഉമ്മ എന്നോട് പറയുകയാണ്, എനിക്ക് ഇനിയും പ്രസവിക്കണം, ഇനിയും പ്രസവിക്കുമ്പോ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ എനിക്ക് പ്രസവിക്കണം. അങ്ങനെ പ്രസവിച്ച് ഈ നാട്ടിൽ, ഈ ലോകത്ത് ഇങ്ങനെ ഒരു സ്ത്രീ ഇല്ലാത്ത അവസ്ഥയിൽ എനിക്ക് എത്തപ്പെടണം. ഇതെല്ലാം നാളെ സ്വർഗത്തിൽ എനിക്ക് മുതൽ കൂട്ടാണല്ലോ. എന്നെ ഹിസാബില്ലാതെ സിറാത്തിൽ മിന്നുവേഗത്തിൽ കൊണ്ടുപോകാനുള്ള എന്റെ പ്രിയപ്പെട്ട, എന്റെ സീറ്റ് റിസർവേഷൻ ചെയ്യുന്ന പ്രിയപ്പെട്ട മക്കളാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയ തുമ്മൽ വന്നാൽ, ഒരു ചെറിയ ജലദോഷം വന്നാൽ, ഒരു ചെറിയ പനി വന്നാൽ എല്ലാം തകർന്നു പോയെന്ന് ചിന്തിക്കുന്ന സമൂഹമല്ലേ നമ്മളെങ്കിൽ, അള്ളാഹു തരുന്ന പരീക്ഷണങ്ങൾ ഇതിലും വലുത് അള്ളാഹുവിന് തരാൻ കഴിയുമായിരുന്നു. പക്ഷേ അള്ളാഹു ചെറുത് തന്നു എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന ആ ഒരു സമാധാനിക്കുന്ന മനുഷ്യന്, അങ്ങനെയാണ് അവന്റെ ഖദറിലുള്ള വിശ്വാസം സ്ഥിരപ്പെടുത്തേണ്ടത്. അല്ലാതെ ഖദറിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു ചെറിയ പരീക്ഷണം വരുമ്പോ തളർന്നു പോകലല്ല, ഒരു ചെറിയ പരീക്ഷണം വരുമ്പോ തളർന്നു പോകലല്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ എത്ര പ്രതിസന്ധികളിലും മരിക്കുമെന്ന് കരുതി എന്നിട്ട് മരിച്ചോ? നമ്മളൊക്കെ എത്ര പ്രതിസന്ധികൾ വന്നപ്പോൾ നമ്മൾ മരിക്കുമെന്ന് ചിന്തിച്ചു, അപ്പോഴൊന്നും നമ്മൾ മരിച്ചില്ല. ഇപ്പൊ നമ്മൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പറയുന്നു, ക്ലേശം വരുന്ന സന്ദർഭങ്ങളിൽ ഇതിലും വലുത് അള്ളാഹുവിന് തരാൻ കഴിവുണ്ടല്ലോ എന്ന് ചിന്തിച്ചാൽ അവന് സമാധാനിക്കാൻ കഴിയുമെന്നാണ്. എന്ത് പരീക്ഷണം വന്നാലും നമ്മൾ ചിന്തിച്ചാൽ മതി, ഇതിൽ വലുത് അള്ളാഹുവിന് തരാൻ കഴിവുണ്ട്. ആരും അവനോട് ചോദിക്കൂലല്ലോ. അതുകൊണ്ട് നമുക്ക് അള്ളാഹു തന്നതിൽ നമ്മൾ തൃപ്തരായി, സംതൃപ്തരായി നമ്മൾ കഴിയണം. അത് നമ്മുടെ എന്താ ഈ പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ദുഷ്ടശ്വാനനെ പോലെ എന്നാണ്. ദുഷ്ടശ്വാനനെ പോലെയാണ്, പേ പിടിച്ച നായയെ പോലെയാണ്. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു പേപ്പട്ടി വന്നാൽ, അല്ലെങ്കിൽ ഒരു നായ വന്നാൽ, ആ നായ നമ്മൾ ഭയക്കുന്നു എന്ന് കണ്ടാൽ നമ്മളെ ഫോളോ ചെയ്യും, നമ്മളെ നേരെ വരും. ഇനി അതല്ല, തന്റെ ഇടത്തോടെ തിരിഞ്ഞു നിന്നിട്ട് കല്ലെടുത്തെറിയാൻ നോക്ക്, അത് മാറും, അത് ഓടിപ്പോകും. ഇതുപോലെയാണ് പ്രതിസന്ധി.
നമ്മളൊരു ചെറിയ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു എന്ന് തോന്നിയാൽ ആ പ്രതിസന്ധി നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കിയാൽ മഹാന്മാര് അവർ പരിചയപ്പെടുത്തിയത് പ്രതിസന്ധികൾ ഒഴുകി വരുന്ന ഒരു അരുവിയിലെ ഒരു കൈത്തോട്ടിലെ ഒരു പാറ പോലെയാണ് പ്രതിസന്ധികൾ എന്നാണ്. വിശ്വാസി ഈ കളകളാരവം മുഴക്കി ഒഴുകുന്ന വെള്ളം പോലെ, കളകളാരവം മുഴക്കി ഒഴുകുന്ന ആ അരുവികളിലെ ചെറിയ കൈത്തോടിലെ വെള്ളമുണ്ടല്ലോ, ആ വെള്ളം പോലെയാണ് വിശ്വാസി. ആ വെള്ളം ഒഴുകി പോകാൻ കഴിയാത്ത വണ്ണം മധ്യഭാഗത്ത് രൂപം കൊണ്ട ചെറിയ പാറകളാണ് പ്രതിസന്ധികൾ. വെള്ളം അങ്ങനെ ചെയ്യുന്നത്, വെള്ളം അവിടെ ചെന്ന് ഈ പാറയെ ഇടിച്ച് പൊട്ടിച്ച് ചെറിയ ചെറിയ മെറ്റിലുകളാക്കിയിട്ടല്ല വെള്ളം ഒഴുകുന്നത്. വെള്ളം ആദ്യം ഒന്ന് നോക്കും, അവിടെ എത്തുമ്പോൾ അല്പ വേഗത്തില് ഈ പാറയുടെ മുകളിലൂടെ ഓടിപ്പോകാൻ പറ്റുമെന്നൊന്ന് നോക്കും. പറ്റൂല എന്ന് കണ്ടാൽ ഇടത്തോട്ടോ വലത്തോട്ടോ ഒഴുകി മര്യാദയ്ക്ക് അതിന്റെ റൂട്ട് അങ്ങ് പോകും. ഇതാണ് വിശ്വാസികൾ. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ തളർന്നു നിൽക്കലല്ല, അതിനെ അതിജീവിക്കാൻ കഴിയുക. അതിനെ അതിജയിക്കാൻ കഴിയുന്നില്ല എന്ന് കണ്ടാൽ അതിനെ നെവർ മൈൻഡ് ആയിട്ട് കണ്ടിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ യാത്ര ചെയ്യുക. ഇതാണ് നാം ചെയ്യേണ്ടത്. പ്രതിസന്ധികൾ എന്ത് വന്നാലും, എത്ര വിഷമം വന്നാലും, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ പിന്നാലെ ഈ വിഷമം വന്നുകൊണ്ടിരിക്കും. ഏതുവരെ? ഒരാളുടെ വിഷമം എവിടം വരെ ഉണ്ടാവും, ഒരാളുടെ പ്രതിസന്ധി എവിടം വരെ ഉണ്ടാവും. നമ്മളൊന്നും ശാന്തമായി നമ്മളത് ചിന്തിച്ചാൽ മതി. ഒരാളുടെ പ്രതിസന്ധി എവിടം വരെ ഉണ്ടാവും, എവിടം വരെ ഉണ്ടാവും, എവിടം വരെ ഉണ്ടാവും? ഒരാളുടെ പ്രതിസന്ധി എവിടം വരെ ഉണ്ടാവും? സുലൈമാൻ പറയും മരണം വരെ. സലീം മുസ്ലിയാരും അഭിപ്രായം തന്നെ, മരണം വരെ പ്രതിസന്ധികൾ ഉണ്ടാവും. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മരണശേഷവും ആ പ്രതിസന്ധി നിലനിൽക്കും. മരണശേഷവും ആ പ്രതിസന്ധി നിലനിൽക്കും. എവിടം വരെ എന്നറിയാം? എവിടം വരെയാണ്? നമുക്ക് എന്തെല്ലാം വിലക്കുകളാണ്. ഇവിടെ പുരുഷന്മാർക്ക് പട്ട് ധരിച്ചുകൂടാ, ഇവിടെ സ്വർണം ധരിച്ചുകൂടാ, സ്ത്രീകൾക്ക് സ്വർണം ധരിക്കാം, പുരുഷന്മാർക്ക് പട്ട് ധരിച്ചുകൂടാ, പുരുഷന്മാർക്ക് സ്വർണം ധരിച്ചുകൂടാ. ഇവിടെ നമുക്ക് നിഷിദ്ധമാക്കപ്പെട്ട പലതുമുണ്ട്. അതിനെയൊക്കെ വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാനുള്ള സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. അത് പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിലക്കപ്പെട്ട പല കാര്യങ്ങളുമുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാതെ മാറി നിന്ന് ഇതിന്റെ പേരിൽ നമുക്ക് ഒരു പ്രയാസവും നമ്മൾ രേഖപ്പെടുത്താതെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാളെ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലം എവിടെയെന്നറിയോ? എവിടെയാണ് ചെല്ലുന്നത്? ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ, ഏദൻ തോട്ടത്തിൽ നിങ്ങൾ ചെല്ലുമെന്നാണ്. ജന്നാത്തു അദ്നിൻ, ഏദൻ തോട്ടത്തിൽ നിങ്ങൾ ചെല്ലുമെന്നാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? യുഹല്ലൂന ഫീഹാ മിൻ അസാബിറ മിൻ ദഹബി വലുലുആ. നിങ്ങളുടെ കൈകളിൽ അല്ലാഹു വളകൾ ധരിപ്പിക്കുകയാ. എങ്ങനത്തെ വളയാണ്? പ്രിയപ്പെട്ട പെങ്ങളെ, സ്വർഗത്തിൽ പോയാലേ വള കിട്ടുകയുള്ളൂ, സ്വർഗത്തിൽ പോയാലേ വള കിട്ടുകയുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ലോകത്തെ ഏത് നിമിഷവും നശിച്ചു പോകാൻ പറ്റുന്ന നശ്വരമായ ദുനിയാവിന്റെ നൈമിഷികമായ ഈ ലോകത്തെ ഒരു ചെറിയ വള നിങ്ങൾ പാവപ്പെട്ട ഒരു പെൺകുട്ടിക്ക് കൊടുത്താൽ എന്റെ എന്ത് നഷ്ടപ്പെടാനാണ്? ഈ വള ഇല്ലെന്ന് കരുതിയിട്ട് എന്റെ ജീവിതം നഷ്ടപ്പെടൂലല്ലോ. ഈ മോതിരമില്ലെന്ന് കരുതിയിട്ട് ഞാൻ മരിച്ചു പോകൂലല്ലോ. എന്റെ മക്കൾ പട്ടിണി കിടക്കൂലല്ലോ. എനിക്ക് വേണ്ടത് അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തെ വളയാണ്. ആ വള എങ്ങനത്തെ വളയാണ്? മിന്നസാവിറ മിൻ ദഹബിൻ, സ്വർണ്ണത്തിനാലുള്ള വളയാണ്. വലുലുആ, മുത്തുകൾ പതിപ്പിച്ച വളയാണ്. ആ വള വേണമെങ്കിൽ ദുനിയാവിലെ വളകൾ വേണ്ടെന്ന് വെക്കണം, ദുനിയാവിലെ വളകൾ വേണ്ടെന്ന് വെക്കണം. എല്ലാം കൊടുക്കണമെന്നല്ല, ആവശ്യത്തിന് നിങ്ങളുടെ മുമ്പിൽ ചോദിക്കുമ്പോ അലമാരയിൽ എത്ര വളയുണ്ടെന്ന് നിങ്ങൾക്കറിയുമല്ലോ. എത്ര കമ്മലാണ്, എത്ര ജോഡിയാണ്, ഡസൻ കണക്കിന് കമ്മലുകൾ, ഡസൻ കണക്കിന് മോതിര, ഡസൻ കണക്കിന് വളകൾ നിങ്ങളുടെ വീടിന്റെ അലമാരയിൽ നിങ്ങൾ സൂക്ഷിച്ചു വെക്കുമ്പോൾ ആ
സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സ്വത്തുക്കളാകും നിങ്ങളെ കരുതി വെച്ചിരിക്കുന്ന ആ സ്വർണത്തിൽ നിന്ന് ഒരു ചെറിയ വളയിങ്ങെടുത്ത്, ഒരു ചെറിയ മോതിരം ഇങ്ങെടുത്ത്, ഒരു ചെറിയ കമ്മലെടുത്ത്, അല്ലെങ്കിൽ കമ്മലിന്റെ ഒരു ആണി എടുത്തിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹത്തിന് വേണ്ടി കൊടുത്താൽ നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിങ്ങൾക്ക് അല്ലാഹു തരുന്നതോ യുഹല്ലൗന ഫീഹാ മിൻ നസാബിറ മിൻ ദഹബിൻ വലുലുആ, മുത്തുകൾ പതിപ്പിച്ച സ്വർണ്ണത്തിനാലുള്ള വളകൾ അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാണ്. തീരുന്നില്ല വലിബാസുഹും ഫീഹാ ഹരീർ, അവിടെ നിങ്ങൾക്ക് തരുന്ന വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് പട്ടാൽ നിർമ്മിക്കപ്പെട്ടതാ, പട്ടുനൂലിനാൽ നിർമ്മിക്കപ്പെട്ട വസ്ത്രമാണ് നിങ്ങൾക്കല്ല തരുന്നത്. അങ്ങനെ നിങ്ങൾക്ക് വള ധരിപ്പിക്കപ്പെട്ടു, നിങ്ങൾക്ക് പട്ടുവസ്ത്രം ധരിപ്പിക്കപ്പെട്ടു. അങ്ങനെ നിങ്ങൾ ആ സ്വർഗത്തിലേക്ക് അങ്ങ് കടന്നുപോയാൽ ആ സ്വർഗത്തിനകത്തേക്ക് നിങ്ങൾ കാലെടുത്തങ്ങ് വെക്കുമ്പോ അവിടെ നിന്ന് നമ്മൾ വിളിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്. അതാണ് നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്. നമ്മൾ ചിന്തിക്കും കുറച്ച് പരീക്ഷണങ്ങളൊക്കെ വന്നിട്ട് ഇപ്പൊ ആശുപത്രിയിലൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ഇപ്പൊ വേറെ പ്രതിസന്ധികളൊന്നുമില്ല, പട്ടിണിയൊന്നുമില്ല, വിഷമങ്ങളൊന്നുമില്ല. നമ്മൾ ചിന്തിക്കുന്നത് എല്ലാം അവസാനിച്ചു എന്ന്. ഇല്ല, അവസാനിക്കൂല. ഈ ലോകത്തെ പറ്റി തന്നെ അല്ല പറഞ്ഞത് എന്താണ്? ലഖദ് കാന ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, പ്രയാസത്തിന്റെ മേലെ പ്രയാസമായിട്ടാ, പ്രതിസന്ധികളിലാ ഇവിടെ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്. എവിടം വരെയാണ് പ്രതിസന്ധികൾ ഉള്ളതെന്നറിയോ? കയ്യിൽ സ്വർണത്തിനാൽ നിർമ്മിക്കപ്പെട്ട മുത്തുകൾ പതിപ്പിച്ച വളകൾ ധരിച്ചുകൊണ്ട്, ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട്, പട്ടുവസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നേരെ സ്വർഗത്തിലേക്ക് അങ്ങ് കാലെടുത്തു വെക്കുമ്പോ അവിടെ നിന്ന് നമ്മൾ വിളിച്ചു പറയുന്നു വഖാലൂ അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിന്നെ ഞാൻ സ്തുതിക്കുന്നു റബ്ബേ. അല്ലദീ അദ്ഹബ അന്നൽ ഹസന, പടച്ചവനെ എന്റെ ദുഃഖങ്ങളെല്ലാം ഇപ്പൊ മാറി അല്ലാ. ഇനി ഇവിടെ ദുഃഖങ്ങളില്ല, ഇനി ഇവിടെ മരണമില്ല, ഇനി ഇവിടെ പ്രയാസങ്ങളില്ല, ഇനി ഇവിടെ മൂത്രിക്കലില്ല, കാട്ടിക്കലില്ല, തുപ്പുനീരില്ല, വിയർക്കലില്ല, വിസർജ്യങ്ങളില്ല, ഒന്നുമില്ല. എന്റെ എല്ലാ വിഷമങ്ങളും ഇതോടുകൂടി തീർന്നു റബ്ബേ. ഇനി അനന്തമായ സ്വർഗലോകത്തെ സഞ്ചാരമാണ്. എല്ലാം എന്റെ അധീനതയിൽ കടന്നു വരുന്ന മനോഹരമായ, ഏറ്റവും നല്ല മനോഹരമായ സ്വർഗമാണ്. കൊതിക്കുന്ന പഴമെടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടനെ മുളയ്ക്കുന്നതാ കുറയണ്ട, പറക്കും ശരീരത്തിലുണ്ട് കാറെടുക്കണ്ട, നിനക്കുള്ളതൊന്നും അവിടെ അറിയണ്ട. മണിയില്ല റബ്ബേ വാങ്ങുവാ, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീ ഒരു പാസുതാം മന്നാനേ, അതു നിന്റെ പക്കൽ മാത്രമാ ഹന്നാനേ. എന്ത് ചിന്തിച്ചാലും തങ്ങളുടെ മുന്നിലേക്ക് വരുന്ന മനോഹരമായ സ്വർഗമാണ്. ഒരു ആപ്പിൾ കഴിക്കണമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ നമ്മുടെ മുന്നിലേക്ക് ആപ്പിളിന്റെ ആ ശിഖരം ഇങ്ങനെ, ആപ്പിൾ മരത്തിന്റെ ശിഖരം ഇങ്ങനെ ചാഞ്ഞു വരികയാ. അതിൽ നിന്ന് ഒരു പഴം നമ്മൾ ഇങ്ങ് പറിച്ചു. ആ പഴം പറിച്ചിട്ട് നമ്മളൊന്ന് കടിച്ചു. ആദ്യത്തെ കടിയുടെ രുചിയല്ല രണ്ടാമത്തെ കടിക്കുള്ളത്, ഒരു പഴത്തിന്റെ രുചിയല്ല അടുത്ത പഴത്തിനുള്ളത്, ഒരു കൊലയുടെ പഴത്തിന്റെ രുചിയല്ല അടുത്ത കൊലയുടെ പഴത്തിനുള്ളത്, ഒരു വൃക്ഷത്തിന്റെ കൊലയുടെ പഴത്തിന്റെ രുചിയല്ല അടുത്ത വൃക്ഷത്തിന്റെ കൊലയുടെ പഴത്തിനുള്ളത്. കാണുമ്പോ എല്ലാം ഒരുപോലെയാണ്, പക്ഷേ ഒരു കടി കടിച്ചാൽ രണ്ടാമത്തെ കടിയിലെ രുചി വേറെയാണ്. എന്തൊരത്ഭുതമാ! വേണ്ടേ പാമ്പാടിയിലെ പെണ്ണ്, വേണ്ടേ പ്രിയപ്പെട്ട പനയമുട്ടത്തെ ഉമ്മ, വേണ്ടേ പനപൂരിലെയും കൊങ്ങണുകോട്ടത്തെയും ഉമ്മ. ആ സ്വർഗം നമുക്ക് വാങ്ങാൻ കഴിയണമെങ്കിൽ ഈ ദുനിയാവിൽ വെച്ച് നമ്മൾ പാവങ്ങളെ സഹായിച്ചാലേ മതിയാവുകയുള്ളൂ. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നതല്ല. ലോകത്തെ ഏറ്റവും നല്ല ഭർത്താവ്, ലോകത്തെ ഏറ്റവും നല്ല മഹിതമായ കുടുംബ ജീവിതത്തിന്റെ മനോഹരമായ മാതൃക മാലോകയുടെ മുമ്പിൽ മലർക്ക് തുറന്നു കൊടുത്ത മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സഹധർമ്മിണിയായ, തന്റെ ജീവന്റെ ജീവനായ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആല
തആലയോട് പറഞ്ഞതാണ് ഇത്തഖിന്നാർ, നീ നരകത്തെ കാക്കണേ പൊന്നുമോളെ ആയിഷ, മോളെ നീ നരകത്തെ സൂക്ഷിക്കണേ. വലൗ ബിശിഖി തംറ, ഒരു കാരക്കയുടെ ഒരു ഈത്തപ്പഴത്തിന്റെ ഒരു ചെറിയ ഭാഗമെങ്കിലും കീറിയെടുത്തിട്ട് അതിന്റെ ഒരു 4-1 പാവപ്പെട്ട ആർക്കെങ്കിലും കൊടുത്തിട്ട് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ ആയിഷ. ഇത് ആയിഷ ബീവിയോട് കുടുംബനാഥനായ ഏറ്റവും നല്ല ഭർത്താവായ മുത്തുനബി പറഞ്ഞതെങ്കിൽ എന്നെ കേൾക്കുന്ന എന്റെ ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെ നാട്ടുകാരെ, നമുക്ക് ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ കാര്യമേറ്റെടുക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും. ഏതുവരെ? മരണം വരെയല്ല. മരിച്ചു കഴിഞ്ഞാൽ പ്രതിസന്ധികൾ വരും. ഏതുവരെയാണ് പ്രതിസന്ധികൾ വരുന്നത്? സ്വർഗത്തിലോട്ട് കയറിയിട്ട് നമ്മൾ പറയും അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസന. എല്ലാ ദുഃഖങ്ങളും മാറി, ഇനി യാതൊരു വിഷമങ്ങളുമില്ല. ഇനി ഒരിക്കൽ പോലും സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോണ്ടല്ലോ. എത്ര മനോഹരമായ അവസ്ഥയിൽ നമ്മൾ അതിനകത്തുനിന്ന് എത്തിക്കഴിഞ്ഞാൽ സഹോദരിമാരെ, അല്ലാഹുവിന്റെ റസൂൽ മദീനത്തുൻ നബവിയിൽ വെച്ച് 10 പേരെ മുഖത്ത് നോക്കിയിട്ട് അംദഫിൽ ജന്ന, അംദഫിൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിലാണ്, നിങ്ങൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞല്ലോ. ആ 10 പേരുണ്ടല്ലോ അശറത്തുൽ മുബശ്ശരീങ്ങൾ. അവരാരാണ്? സുമ്മർറിളാ അൻ നബി ബക്കരി വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാൻ ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിറിൽ കറമി. അശറത്തുൽ മുബശ്ശരീങ്ങളായ 10 പേരുണ്ടല്ലോ. ഈ 10 പേര് ജീവിതത്തിൽ കരച്ചിലോട് കരച്ചില. അവര് പറയുന്നത്, അല്ലാഹുവേ, സ്വർഗത്തിനകത്ത് എന്റെ 2 പാദങ്ങളും മൂന്നിയാലല്ലാതെ എനിക്കെന്ത് നിർഭയത്വമാ. അതുകൊണ്ട് അശറത്തുൽ മുബശ്ശരീങ്ങൾ എന്ന സ്വർഗത്തിന്റെ പാസ് കിട്ടിയ സഹാബത്തിന് പോലും ഭയമായിരുന്നെങ്കിൽ നമുക്കും പോണ്ടേ. അതുകൊണ്ട് മുത്തുനബി പഠിപ്പിച്ചതാണ്, സദഖ കൊടുത്തുകൊണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോവുക. ആ സ്വർഗം അല്ലാഹു നമുക്ക് നൽകി. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ആദരിച്ച് അല്ലാഹുവിന്റെ തിരുദർശനം എന്ന പുണ്യമായ ലിഖാ കണ്ട് ആസ്വദിക്കുന്നവരിൽ അല്ലാഹു നമ്മളെ ചേർക്കട്ടെ. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് പരിശുദ്ധമായ ആ സ്വർഗത്തിലെത്തുന്നത് വരെയും പ്രതിസന്ധികൾ ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? ഇല്ലെങ്കിൽ പ്രശ്നം എന്താണ്? മരിച്ചാൽ എല്ലാം തീരുമെങ്കിലേ, മരിച്ചാൽ എല്ലാം അവസാനിക്കുമെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്ക്. പിന്നെ നരകത്തിൽ പോകുന്നതിന്റെ അവസ്ഥ ഒരു പ്രശ്നമില്ലല്ലോ. ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പഠിച്ചത് ഒന്ന് ചിന്തിച്ചു. ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? നമ്മൾ പറയും ജീവിച്ചിരിക്കുന്നതാണ് ബുദ്ധിമുട്ട്. അല്ല, നമ്മൾ പറയും ഇല്ല, ആത്മഹത്യ ചെയ്യാൻ ഒരിക്കൽ ശ്രമിച്ച അല്ലെങ്കിൽ ശ്രമം നടത്തിയവനോട് ചോദിച്ചു നോക്കണം, നീ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അല്ലെങ്കിൽ നീ മരിക്കാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടായ നിന്റെ അനുഭവം എന്തായിരുന്നു എന്ന്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് മരിക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം. പക്ഷേ മരിച്ചു കഴിഞ്ഞ ഒരാളിനോട്, മരിച്ചു കഴിഞ്ഞ് ഒരാള് തിരിച്ചു വരാൻ പറ്റുമെങ്കിൽ അങ്ങനെ വരില്ല. അല്ലെങ്കിൽ നാളെ പരലോകത്തെ ചെല്ലുമ്പോൾ, അതൊക്കെ വിശുദ്ധ ഖുർആനും ഹദീസുകളൊക്കെ പറയുന്നുണ്ട്. ചോദിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഏറ്റവും വലിയ പ്രശ്നം ഖബറാണ്. ഏറ്റവും വലിയ പ്രശ്നം ഖബറാണ്. ആ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരാളോട് മഹ്ശറയിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവര് വിളിച്ചു പറയുമെന്നാണ്, അല്ലാഹുവേ, എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഞങ്ങളെ ഒന്ന് നീ രക്ഷപ്പെടുത്തി. ഇമ്മാ ഇലന്നാർ, നരകത്തിലേക്കെങ്കിൽ നരകത്തിലേക്ക്, ആ നരകത്തിലേക്കെങ്കിലും ഇമ്മാ ഇലന്നാർ, ഞങ്ങളെ നരകത്തിലേക്കെങ്കിലും ഒന്ന് വലിച്ചെറിയല്ലാ. ഒരു ചാൺ മുകളിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പുത്തറ താപം കൊണ്ട് വിറയ്ക്കുമ്പോൾ മഹ്ശറാ വൻസഭയിൽ നമ്മൾ പറയും, പടച്ചോനെ, ഇവിടെ നിൽക്കാൻ വയ്യ, നീ നരകമാണെങ്കിൽ നരകം, അത് കുഴപ്പമില്ല, നീ അങ്ങോട്ട് ഞങ്ങളെ കൊണ്ടുപോ, ഇവിടെ നിന്ന് മാറ്റി. അപ്പം നമുക്ക് ഖബറിനെക്കാളും ഭീകരത എവിടെയായി? മഹ്ശറയിലായി.